ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വരുന്നത്? ആഫ്റ്റർ ഒമേഗ ഈക്വൽ ടു 1 ഈ ടേമും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ സ്ലോപ്പ് -40 ആയി. ഓക്കെ, സോ അപ് ടു ഒമേഗ ഈക്വൽ ടു 2, ഒമേഗ 2 ആവുന്നത് വരെ ഈ രണ്ട് ടേംസ് മാത്രമാണ് വരിക. ഓക്കെ, ഇനി ഒമേഗ 2 ആയിക്കഴിഞ്ഞാൽ എന്ത് വരും? തേർഡ് ടേം കൂടെ ആഡ് ചെയ്ത് വരും. അതായത് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.5s എന്നുള്ള ടേം കൂടെ ആഡ് ചെയ്ത് വരും. ഓക്കെ, സോ തേർഡ് ടേമിൻ്റെ സ്ലോപ്പ് എത്രയാണ്? -20 dB/ഡെക്കേഡ് ആണ്. അപ്പോൾ ഒമേഗ ഈക്വൽ ടു 2 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തേർഡ് ടേം കൂടെ ആഡ് ചെയ്ത് വരും. ദെൻ സ്ലോപ്പ് ഈ പോയിന്റിന് ശേഷം ആഫ്റ്റർ ദിസ് പോയിന്റ് സ്ലോപ്പ് എന്തായിരിക്കും? -60 വരും. ഓക്കെ, അതായത് ഫസ്റ്റ് കേസിൽ ഒമേഗ 0 ആയിരുന്ന കേസിൽ ഒമേഗ 0 എന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇനീഷ്യൽ വാല്യൂ അപ് ടു ഒമേഗ ഈക്വൽ ടു 1 ഈ ഒരു ഫസ്റ്റ് ടേം മാത്രം വന്നു. ദെൻ ഒമേഗ ഈക്വൽ ടു 1 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ സെക്കൻഡ് ടേം കൂടെ ആഡ് ചെയ്തു, 1/1+s എന്ന് പറഞ്ഞ ടേം. ഓക്കെ, ദെൻ ഒമേഗ 2 ആയപ്പോഴെന്തായി? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടെ വന്നു, തേർഡ് ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടെ വന്നു. അപ്പോൾ സ്ലോപ്പ് ചേഞ്ച് ആയില്ലേ? ഓക്കെ, നെക്സ്റ്റ് അതായത് നിങ്ങൾക്ക് ഫൈനൽ കിട്ടുക അത് ഇനീഷ്യൽ പോർഷനിൽ ഒറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് മാത്രം, അതിൻ്റെ സ്ലോപ്പ് -20 dB/ഡെക്കേഡ്. ഓക്കെ, ദെൻ ഒമേഗ ഈക്വൽ ടു ഫ്രീക്വൻസി 1 ആവുമ്പോൾ അവിടുന്ന് അടുത്ത ടേം കൂടെ ആഡ് ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ അടുത്ത ടേം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ എന്താവും? സ്ലോപ്പ് -40 dB. ഓക്കെ, ഇനി ഒമേഗ 2 ആവുമ്പോഴത്തേക്ക് എന്താവും? തേർഡ് ടേം കൂടെ ആഡ് ചെയ്ത് വന്നു വിത്ത് സ്ലോപ്പ് -20. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ആഡ് ചെയ്താൽ എന്തായി? -60 dB. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഫൈനൽ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. ഇത് ക്ലിയർ ആണോ പറഞ്ഞത്? അശ്വിത, കുറച്ച് എന്തൊക്കെയോ ഒരു പ്രശ്നം. അതായത് നിങ്ങൾക്ക് ഇതിൽ വരുന്നത് 3 ടേംസ് ആണ്. ഓക്കെ, g of s എന്ന് പറയുന്നതിൽ 3 ടേംസ് ആണ് വരുന്നത്. ഒന്ന് k/s, ദെൻ സെക്കൻഡ് വൺ 1/0.5s, ദെൻ തേർഡ് ടേം 1/1+s. അപ്പോൾ നമ്മൾ 3 ടേമിൻ്റെയും മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? k/s ആണ്. അപ്പോൾ k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ വരച്ചിരുന്നു. ഇൻഡിവിജ്വൽ പ്ലോട്ട് എങ്ങനെയാണ് വന്നിരുന്നത്? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് -20 dB/ഡെക്കേഡ്. ഓക്കെ, ദെൻ ബാക്കി രണ്ട് ടേംസും എന്താ വരുന്നത്? ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ഓർഡർ ടേം വരുന്നത്. ഡിനോമിനേറ്ററിൽ ഫസ്റ്റ് ഓർഡർ ടേം വരുന്നതും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ കേസിൽ എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരുന്നത്? അപ് ടു കോർണർ ഫ്രീക്വൻസി മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അത് കഴിഞ്ഞിട്ട് എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് സ്ട്രെയിറ്റ് ലൈൻ വരും, സ്ലോപ്പ് -20 dB/ഡെക്കേഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ട് വരച്ചു. സോ ഫസ്റ്റ് കേസിൽ വരുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം. ഇനി അടുത്ത പോയിന്റിൻ്റെത് വരുന്നത് എന്താണ്? അതിൻ്റെ കോർണർ ഫ്രീക്വൻസി 2 ആണ്. അപ്പോൾ ആ കോർണർ ഫ്രീക്വൻസി വരെ മാഗ്നിറ്റ്യൂഡ് 0 dB ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് സ്ലോപ്പ് -20 dB/ഡെക്കേഡ്. ഓക്കെ, ഇനി തേർഡ് ടേം ഏതാ വരുന്നത്? അതിൻ്റെ കോർണർ ഫ്രീക്വൻസി 1 ആണ്. സോ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് കോർണർ ഫ്രീക്വൻസി വരെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരും, സ്ലോപ്പ് -20 dB. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ g of s എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഈ 3 ഗ്രാഫും ആഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പോയിന്റിലും നമ്മൾ ആഡ് ചെയ്യുമ്പോഴും നോക്കുക ഇവിടെ എവിടെയാണ് ചേഞ്ച് വരുന്നത്? ഒമേഗ 1 വരേക്കും ഇവിടെ എന്താണ്? ഈ രണ്ട് കർവും, അതായത് ഈ കർവിനും ഒമേഗ 1 വരേക്കും മാഗ്നിറ്റ്യൂഡ് 0 ആണ്. അപ്പോൾ ഒമേഗ 1 വരേക്കും ഇവിടെ ആകെ ഒരു ടേമിൻ്റെ, അതായത് k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ വരുള്ളൂ. ഒമേഗ ഈക്വൽ ടു 1 ആയിക്കഴിഞ്ഞാൽ എന്തായി? ഈ ഒരു ടേമിന് മാഗ്നിറ്റ്യൂഡ് വന്നു. ഓക്കെ, സോ ഈ മാഗ്നിറ്റ്യൂഡും ഇതും കൂടെ ആഡ് ചെയ്ത് വരും. ആ കേസിലും ഈ സെക്കൻഡ് ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് 0 ആണ്. സോ ഫസ്റ്റ് ഗ്രാഫും തേർഡ് ഗ്രാഫും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ ഫസ്റ്റിൻ്റെ സ്ലോപ്പ് -20 ആണ് ആൻഡ് തേർഡിൻ്റെത് -20. അപ്പോൾ രണ്ടും ആഡ് ചെയ്ത് വരുമ്പം സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് -40 ആവില്ലേ?
അതാണ് സെക്കൻഡ് പാർട്ടിൽ -40. ഓക്കെ, സോ അതേ മാഗ്നിറ്റ്യൂഡ് ഏത് വരെ വരും? ω2 ആവുന്നത് വരെ വരും. ഇനി ω2 ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്താ, തേർഡ് ടേമും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇതുവരെ നമ്മുടെ സ്ലോപ്പ് -40 ആയിരുന്നു. തേർഡ് ടേമിൻ്റെ സ്ലോപ്പ് -20 ആണ്. സോ ഇതും കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്ലോപ്പ് എത്രയാവും? -60 ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ 3 സ്ട്രെയിറ്റ് ലൈൻസ് ആണ് വരിക മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ. ഒന്ന് -20 dBയിൽ, നെക്സ്റ്റ് -40യിൽ, ദെൻ തേർഡ് -60 dBയിൽ. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് വരച്ചിട്ട് ആഡ് ചെയ്യല്ല ചെയ്യാം. അതിന് പകരം നമ്മൾ ചില മെത്തേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അപ്രോക്സിമേറ്റ് പ്ലോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഫസ്റ്റ് നിങ്ങൾ ഇതിനെ g(s) എന്ന് പറയുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനെ ബോർഡേ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബോർഡേ പ്ലോട്ട് വരക്കാൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ടു ബോർഡേ ഫോം ഓർ ടൈം കോൺസ്റ്റന്റ് ഫോം. ഓക്കെ, ടൈം കോൺസ്റ്റന്റ് ഫോം. അതായത് ടൈം കോൺസ്റ്റന്റ് ഫോം എന്ന് പറയുന്നത് 1+st എന്ന് പറയുന്ന ഫോമിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇപ്പം s+2 എന്നാണെങ്കിൽ അതിനെ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് 1+s/2 അതായത് 1+st ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സോ ആ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇതാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരക്കാനുള്ള പ്രൊസീജിയർ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കൺവേർട്ട് ടു ടൈം കോൺസ്റ്റന്റ് ഫോം, അല്ലെങ്കിൽ ഇതിനെ തന്നെയാണ് ബോർഡേ ഫോം എന്ന് പറയുന്നത്, അതായത് 1+st ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ വരയ്ക്കുക. അതായത് ആ ടേബിളിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ടേംസ് എന്ന് എഴുതാം. അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ ഇൻഡിവിജ്വൽ ടേംസ് k/s, 1/1+s, 1+0.5s എന്നല്ലേ വന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ ഏതൊക്കെയാണോ ടേംസ്, ഇൻഡിവിജ്വൽ ടേംസ് എഴുതാം. എന്നിട്ട് അടുത്ത കോളത്തിൽ ഓരോന്നിൻ്റെയും കോർണർ ഫ്രീക്വൻസീസ് എഴുതാം. അതായത് ഈ k/s എന്ന് പറയുമ്പോൾ അതിന് കോർണർ ഫ്രീക്വൻസി ഇല്ല. 1/1+s എന്ന് പറയുമ്പോൾ 1/1+st അല്ലേ, ഇവിടെ t1 അല്ലേ. സോ കോർണർ ഫ്രീക്വൻസി ഇതിൻ്റെ കേസിൽ എന്ത് വരും? 1/1. ഓക്കെ, ഞാൻ ഇതിൻ്റെ കേസിൽ 1/1+0.5s കേസിൽ കോർണർ ഫ്രീക്വൻസി ഈക്വൽ ടു 1/0.5, ദാറ്റ് ഈസ് 2. ഓക്കെ, സോ കോർണർ ഫ്രീക്വൻസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ നിങ്ങൾ ടേംസിനെ എഴുതുക. ഒരു ടേബിൾ ഫോം ചെയ്തിട്ട് കോർണർ ഫ്രീക്വൻസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ ടേംസിനെ എഴുതാം. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും സ്ലോപ്പ് എഴുതാം. ഓരോ ടേമിൻ്റെയും ഇൻഡിവിജ്വൽ ടേമിൻ്റെയും സ്ലോപ്പ് എഴുതാം. അതായത് k/s എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ s ടേം വരുന്നു. സോ അതിൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ പ്ലോട്ടിൽ എത്രയായിരുന്നു സ്ലോപ്പ്? -20 dB ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ടേം വരുന്നത് ഫസ്റ്റ് ഓർഡർ ടേം ഇൻ ഡിനോമിനേറ്റർ. സോ ഫസ്റ്റ് ഓർഡർ ടേം ഡിനോമിനേറ്ററിൽ വരുമ്പം സ്ലോപ്പ് -20 ആണ്. ദെൻ നെക്സ്റ്റ് ഈ തേർഡ് ടേം എന്താണ്? ഫസ്റ്റ് ഓർഡർ ടേം ഇൻ ഡിനോമിനേറ്റർ. സോ ഇതിൻ്റെ കേസിൽ നമുക്ക് എന്താ കിട്ടിയത്? സ്ലോപ്പ് -20 അല്ലേ. അതായത് ഇനീഷ്യൽ മാഗ്നിറ്റ്യൂഡ് 0, അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് -20 ആണ്. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ ടേംസിൻ്റെ സ്ലോപ്പ് എഴുതുക. അപ്പോൾ ഇങ്ങനെ ഒരു ടേബിൾ ഫോം ചെയ്യുക. ടേബിളിൽ ടേംസ് അതിൻ്റെ കോർണർ ഫ്രീക്വൻസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ദെൻ ഓരോ ടേമിൻ്റെയും ഇൻഡിവിജ്വൽ ടേംസിൻ്റെ സ്ലോപ്പ് എഴുതുക. ഓക്കെ, ഇൻഡിവിജ്വൽ ടേംസിൻ്റെ സ്ലോപ്പ് എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് കോളത്തിൽ ചേഞ്ച് ഇൻ സ്ലോപ്പ്. അതായത് നിങ്ങൾക്കിപ്പോൾ k/s എന്ന് പറയുന്നത് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് ഏത് പോർഷനിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ചേഞ്ച് ആവുക? അതായത് ഇനീഷ്യൽ കണ്ടീഷനിൽ ഈ ഒരു ടേം മാത്രമാണ്. അപ്പോൾ ഈ കോളത്തിൽ നിങ്ങൾക്കൊന്നും എഴുതാനില്ല. ഓക്കെ, ഇനി കോർണർ ഫ്രീക്വൻസി 1 എത്തിക്കഴിഞ്ഞാൽ എന്താവും? ഈ ടേം കൂടെ ആഡ് ചെയ്ത് വന്നില്ലേ? അതായത് നിങ്ങളെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടിൽ ഇവിടെ ഞാൻ എക്സാമ്പിളിൽ പറഞ്ഞപ്പോൾ ഇതുവരേക്കും സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എത്രയാണ്? -20 ആണ്. ഇനി കോർണർ ഫ്രീക്വൻസി ω=1 വന്നപ്പോൾ ഇതിൻ്റെ കൂടെ സെക്കൻഡ് ടേം കൂടെ ആഡ് ചെയ്ത് വന്നു. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് വന്നു. സ്ലോപ്പ് എത്രയായി? -40. സോ അതാണ് ഈ ഒരു കോർണർ ഫ്രീക്വൻസി വെച്ചാണ് സ്ലോപ്പ് ചേഞ്ച് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ഈ ടേബിളിൽ എഴുതേണ്ടത്. അതായത് സ്ലോപ്പിലുള്ള ചേഞ്ച്. ഈ -20 dB ഇവിടെ എത്തുമ്പോഴത്തേക്ക് എന്താവും? ഈ ടേമും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ സ്ലോപ്പ് -20 + -20 -40 ആവും. ഓക്കെ,
ദെൻ നെക്സ്റ്റ് കോർണർ ഫ്രീക്വൻസി 2 എത്തുമ്പോഴെന്താവും, ഇവിടെ കോർണർ ഫ്രീക്വൻസി 2 ആകുമ്പോഴത്തേക്കും അടുത്ത ടേം കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എത്രയായി, -14 കൂടെ അടുത്ത ടേമിൻ്റെ സ്ലോപ്പ് കൂടെ ആഡ് ചെയ്ത് സ്ലോപ്പ് -60. അതായത് ഇവിടെ നിങ്ങൾക്ക് ഈ ടേബിളിൽ തന്നെ മനസ്സിലാവും കോർണർ ഫ്രീക്വൻസിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതുക. ഫസ്റ്റ് ടേം ഈ ഒരു പോർഷൻ വരെ മാത്രം, അത് കഴിഞ്ഞ് ഈ കോർണർ ഫ്രീക്വൻസി എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഇത് കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ സ്ലോപ്പ് -40. പിന്നെ ഈ ഒരു പോയിന്റിലേക്ക് സെക്കൻഡ് കോർണർ ഫ്രീക്വൻസി എത്തുമ്പോഴെന്താവും, ഈ -40യുടെ കൂടെ -20 കൂടെ ആഡ് ചെയ്ത് സ്ലോപ്പ് -60 ആവും. ഓക്കെ, സോ ഈ ഒരു ഫോമിലേക്ക് നിങ്ങൾ ഒരു ടേബിൾ ഫോം ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് തേർഡ് സ്റ്റെപ്പ് മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇനീഷ്യൽ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് നോക്കുക. ഇനീഷ്യൽ ഫ്രീക്വൻസി ടൈമിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഏതാ വരുന്നത്, ഫസ്റ്റ് ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം, അതായത് k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വരുന്നത്. ഈ ഒരു കോർണർ ഫ്രീക്വൻസി വരേക്കും മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് k/sൻ്റെ മാഗ്നിറ്റ്യൂഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ എത്രയാണ് കോർണർ ഫ്രീക്വൻസി, ലോവസ്റ്റ് കോർണർ ഫ്രീക്വൻസി 1 ആണ്. ഇതിനേക്കാളും ഒരു ലോവർ ഫ്രീക്വൻസി നമ്മൾ ചൂസ് ചെയ്യാം. അതായത് ഇവിടെ ലോവസ്റ്റ് കോർണർ ഫ്രീക്വൻസി 1 ആണ്, അതിനേക്കാളും ലോവർ ആയിട്ട് ഒരു കോർണർ ഫ്രീക്വൻസി ചൂസ് ചെയ്യാം. WL ലെസ് ദാൻ ωc1, ഇവിടെ 1ഉം ഇവിടെ 2 ആയിട്ട് എഴുതാം. ഓക്കെ, സോ ഇതിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ചൂസ് ചെയ്തിട്ട് ആ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് g(j⍵) അറ്റ് ω = ωL. അതായത് ഈ കോർണർ ഫ്രീക്വൻസിനേക്കാളും ലോവർ ആയിട്ടുള്ള ഒരു കോർണർ ഫ്രീക്വൻസി, ഇവിടെ ലോവർ ഫ്രീക്വൻസി 1 ആയതുകൊണ്ട് അതിനേക്കാളും ലോവർ നമുക്കൊരു ω = ωL = 0.5 ചൂസ് ചെയ്യാം. ഓക്കെ, സോ ωL = 0.5 ചൂസ് ചെയ്തിട്ട് ആ ഒരു ഫ്രീക്വൻസിയിലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ ഒരു ഫ്രീക്വൻസിയിൽ മാഗ്നിറ്റ്യൂഡ് വരെ ഏതായിരിക്കും, ഈ ഒരു k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വരിക. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ഫംഗ്ഷനിൽ k/s അല്ലെങ്കിൽ k/s ഇൻ്റഗ്രൽ ടേംസോ ഡിഫറൻഷ്യൽ ടേംസോ ഉണ്ടെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ലോവർ ഫ്രീക്വൻസിയിലും ഫസ്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസിയിലും വരുന്നത്. ഓക്കെ, ഇനീഷ്യൽ പോർഷൻസിൽ വരിക k/s, അതായത് ഇൻ്റഗ്രൽ ടേമിൻ്റെയും ഡിഫറൻഷ്യൽ ടേംസിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വരിക. അപ്പോൾ നമ്മൾ ഈ കൺസിഡർ ചെയ്ത എക്സാമ്പിളിൽ അപ് ടു കോർണർ ഫ്രീക്വൻസി 1 മാഗ്നിറ്റ്യൂഡ് വരുന്നത് k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. അപ്പോൾ k/s എന്ന് പറയുന്ന ടേമിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, 20 log k/ω. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ωL-ലും ദെൻ കോർണർ ഫ്രീക്വൻസി ωc1-ലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ അതാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ω = ωL-ലെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് g(j⍵) അറ്റ് ω = ωc1. ഓക്കെ, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിൽ അല്ലെങ്കിൽ ലോവർ കോർണർ ഫ്രീക്വൻസിയിലും അതിനേക്കാൾ ചെറിയൊരു ഫ്രീക്വൻസിയിലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ആ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡിൽ വരുന്നത് ഈ ഒരു ടേം മാത്രമായിരിക്കും. അതായത് ഒന്നുകിൽ ഇൻ്റഗ്രൽ ടേം അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ടേം. അപ്പോൾ ഇവിടെ ഒമേഗേൻ്റെ വാല്യൂ എന്താണോ നിങ്ങൾക്ക് ഉള്ളത് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഈ കേസിൽ നമ്മളിപ്പോൾ 1ഉം 0.5ഉം ω 0.5 ആകുമ്പോഴുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് ω = 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ദി മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ഈ രണ്ട് ഫ്രീക്വൻസിയിലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഏത് ടേമാണ് വരുന്നത്. ഈ ഒരു ഗ്രാഫിൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലോപ്പ് എത്രയാണെന്ന് അറിയാം, -40 ആണ്. ദെൻ ഈ ωc1 എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ωc1-ലെ മാഗ്നിറ്റ്യൂഡ് അറിയാം, ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് അറിയാം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അടുത്ത കോർണർ ഫ്രീക്വൻസിയിലുള്ള മാഗ്നിറ്റ്യൂഡാണ്. അതായത് ωc2-ലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ 2 പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ y2 - y1 = സ്ലോപ്പ് m × x2 - x1. ഓക്കെ, സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ y2 - y1 = m × x2 - x1 എന്നുള്ള സ്ട്രെയിറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്
ഈ മാഗ്നിറ്റ്യൂഡ് ഒമേഗ C2യിലുള്ള മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് Y2 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സെക്കൻഡ് കോർണർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡും അറിയാം, ഇവിടുത്തെ സ്ലോപ്പും അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ Y2 എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ C2. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഗെയിൻ എഴുതാം. Y2ന് പകരം ഗെയിൻ അറ്റ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് അറ്റ് ഒമേഗ C2 മൈനസ് Y1 എന്ന് പറയുന്നത് ഒമേഗ C1ലെ മാഗ്നിറ്റ്യൂഡ്, ഗെയിൻ അറ്റ് ഒമേഗ C1 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കിതിൻ്റെ സ്ലോപ്പ് അറിയാം, സ്ലോപ്പ് -40 ആണ്. ഓക്കെ, സോ സ്ലോപ്പ് ഇൻറ്റു x2 എന്ന് പറയുന്നത് എന്താണ്, ഈ കോർണർ ഫ്രീക്വൻസി ഒമേഗ C2 ആൻഡ് x1 ഒമേഗ C1. ബട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്താണ്, ലോഗരിതമിക് മാഗ്നിറ്റ്യൂഡ് അല്ലേ എടുക്കുന്നത്. സോ ഫ്രീക്വൻസി എക്സ് ആക്സിസിലെ സ്കെയിൽ എന്താണ്, ലോഗ് സ്കെയിലാണ് ഉള്ളത്. ഓക്കെ, സോ ഒമേഗ C2 മൈനസ് ഒമേഗ C1ന് പകരം ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം, x2 മൈനസ് x1ന് ലോഗ് ഒമേഗ C2 മൈനസ് ലോഗ് ഒമേഗ C1. സോ ലോഗ് ഒമേഗ C2 മൈനസ് ലോഗ് ഒമേഗ C1 എന്ന് പറയുമ്പോൾ എന്താ, ലോഗ് ഒമേഗ C2 ബൈ ഒമേഗ C1. ഓക്കെ, അപ്പോൾ ഒമേഗ C2ലെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇക്വേഷൻ കിട്ടുക, ഗെയിൻ അറ്റ് ഒമേഗ C2 ഈക്വൽ ടു, ഈ ടേം റൈറ്റിലേക്ക് എടുക്കുക, ഗെയിൻ അറ്റ് ഒമേഗ C1 പ്ലസ് സ്ലോപ്പ് ഇൻറ്റു ലോഗ് ഒമേഗ C2 ബൈ ഒമേഗ C1. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് അടുത്ത കോർണർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ ഓർത്തിരിക്കുന്നില്ല, ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ലോവർ ഫ്രീക്വൻസിയിലെയും ഒമേഗ C1ലെയും മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത കോർണർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇക്വേഷൻ എടുക്കുന്നത് ഗെയിൻ അറ്റ് ഒമേഗ C2 ഈക്വൽ ടു ഫസ്റ്റ് കോർണർ ഫ്രീക്വൻസിയിലെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് സ്ലോപ്പ് ഇൻറ്റു ലോഗ് ഒമേഗ C2 ബൈ ഒമേഗ C1. ഓക്കെ, സോ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇതിലെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഹയർ ഫ്രീക്വൻസി നമ്മൾ ചൂസ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം ഒമേഗ C2 2 ആണ്, അതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി 5 ഫ്രീക്വൻസി ചൂസ് ചെയ്യാം. ദെൻ അതിലെ മാഗ്നിറ്റ്യൂഡും ഇതേ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഒമേഗ 0.5ന് ഒരു മാഗ്നിറ്റ്യൂഡ്, ഒമേഗ 1ലെ മാഗ്നിറ്റ്യൂഡ്, ദെൻ ഒമേഗ C2 ഈക്വൽ ടു 2ലെ മാഗ്നിറ്റ്യൂഡ്, ദെൻ ഒമേഗ ഈക്വൽ ടു 5. ദെൻ ഇത്രയും പോയിന്റ്സ് ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരക്കാം. ഓക്കെ, സോ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതാണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട്. ഈ രീതിയിലാണ് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് വരയ്ക്കുന്നത്. ഓക്കെ, രണ്ട് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഇതിപ്പം ഈ രീതിയിൽ ഇക്വേഷൻസ് പറയുമ്പോഴാണ് നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. പ്രോബ്ലം പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും കേട്ടോ. ഇനി ഇതിൻ്റെ ഫേസ് പ്ലോട്ട് വരയ്ക്കുന്നത് നമ്മൾ ഡയറക്റ്റ് പോയിന്റ്സ് എടുക്കുക. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് പ്ലോട്ടാണ് അപ്രോക്സിമേറ്റ് പ്ലോട്ട്, ഫേസ് പ്ലോട്ട് ആക്ച്വൽ പ്ലോട്ടാണ്. സോ ഡയറക്റ്റ് ആംഗിളിൻ്റെ ഇക്വേഷൻ എഴുതുക, ജി ഓഫ് ജെ ഒമേഗക്ക് ഇക്വേഷൻ എഴുതുക, ദെൻ ഫൈൻഡ് ജി ഓഫ് ജി ഒമേഗ, ആംഗിൾ ഓഫ് ജി ഓഫ് ജെ ഒമേഗ ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ഒമേഗ. അതായത് ഒമേഗക്ക് 0, 1, 2, 5 ഈ രീതിയിൽ വാല്യൂസ് കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക, ദെൻ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ ഫേസ് പ്ലോട്ട് ഡയറക്റ്റ് പ്ലോട്ടാണ്, ആക്ച്വൽ പ്ലോട്ടാണ് വരയ്ക്കുന്നത്. ഡയറക്റ്റ് ഇക്വേഷൻ എഴുതുക, ഡിഫറെൻറ്റ് ഒമേഗ വാല്യൂസ് കൊടുക്കുക, ആംഗിൾ കണ്ടുപിടിക്കുക, ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഈ രണ്ടും പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബോഡി പ്ലോട്ടായി, അതായത് മാഗ്നിറ്റ്യൂഡ് പ്ലോട്ട് ആൻഡ് ഫേസ് പ്ലോട്ട്. ഓക്കെ, പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ടോപ്പിക്ക്, തിയറി ടോപ്പിക്ക് പറയാം. ഇതിൻ്റെ പ്രോബ്ലം നാളെ ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും സെമി ലോഗ് ഷീറ്റ് കൊണ്ടുവരാം നാളത്തെ ക്ലാസ്സിൽ. So next topic, PI, PD and PID controllers. Controllers means അതായത് നിങ്ങൾക്ക് ഒരു ഇത്ര നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൺട്രോൾ സിസ്റ്റമാണ്. ഓക്കെ, സോ കൺട്രോൾ സിസ്റ്റത്തിൽ, ഓപ്പൺ ലൂപ്പ് സിസ്റ്റത്തിൽ അതിൻ്റെ പാരാമീറ്റേഴ്സ്, അതായത് ട്രാൻസിയൻറ്റ് റെസ്പോൺസും ഉണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും ഉണ്ട്.
ഓക്കെ, അപ്പോൾ ട്രാൻസിയൻറ്റ് റെസ്പോൺസും അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പോണൻസ് ആണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത് ട്രാൻസിയൻറ്റ് റെസ്പോൺസും, അതായത് നമ്മുടെ റിക്വയർഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് റെസ്പോൺസ് അതുപോലെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഓക്കെ, ഈ രണ്ട് റെസ്പോൺസും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ കൂടെ കാസ്കേഡ് ചെയ്ത് വെക്കുന്ന കമ്പോണൻസിനെയാണ് കൺട്രോളേഴ്സ് എന്ന് പറയാം. അതായത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആക്ച്വൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ g(s) ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ കൂടെ കാസ്കേഡ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് കൺട്രോളേഴ്സിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് g(c)(s), കൺട്രോളേഴ്സിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, സോ ആക്ച്വൽ സിസ്റ്റത്തിന് കാസ്കേഡ് ചെയ്തിട്ട് കമ്പോണൻസ് വെക്കും. ഈ കമ്പോണൻസ് യൂസ് ചെയ്യുന്നത് ടു മോഡിഫൈ ദി ട്രാൻസിയൻറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ട്രാൻസിയൻറ്റ് റെസ്പോൺസോ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസോ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ കൂടെ കാസ്കേഡ് ചെയ്ത് വെക്കുന്ന കമ്പോണൻസിനെയാണ് കൺട്രോളേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ട്രാൻസിയൻറ്റ് റെസ്പോൺസും സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള കൺട്രോളേഴ്സ് ആണ് PI, PD ആൻഡ് PID കൺട്രോളേഴ്സ്. ഓക്കെ, സോ അതിൽ ഓരോ ടേംസും എന്താണെന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഇതിൻ്റെ കൂടെ ഒരു കൺട്രോളേഴ്സും കൂടി, മെയിൻ ആയിട്ട് 4 കൺട്രോളേഴ്സ് ആണ് ഉള്ളത്. ഇത് P, ദെൻ PD, ദെൻ തേർഡ് വൺ PI ആൻഡ് ഫോർത്ത് വൺ PID. ഓക്കെ, സോ നമ്മൾ ആക്ച്വലി പ്രാക്ടിക്കലായിട്ട് P കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് PI, PD, PID കൺട്രോളേഴ്സ് പറയുന്നത്. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കൺട്രോളേഴ്സും എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ P കൺട്രോളർ. P controller or proportional controller. Proportional controller. Okay, so proportional controller means it produces an output signal which is proportional to the input signal. അതായത് നമ്മുടെ ആ സിസ്റ്റത്തിലേക്ക് ഒരു ഇൻപുട്ട് സിഗ്നൽ g(c)(s). ഓക്കെ, സോ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യും. then ആ ഒരു ഇൻപുട്ട് സിഗ്നലിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് അതിനെ P കൺട്രോളർ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറയുന്നത്. സോ പ്രൊപ്പോർഷണൽ കൺട്രോളർ മീൻസ് ഇറ്റ്സ് എ കൺട്രോളർ വിച്ച് പ്രൊഡ്യൂസസ് an ഔട്ട്പുട്ട് സിഗ്നൽ വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് സിഗ്നൽ. അതായത് ഔട്ട്പുട്ട് u(t) പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് u(t). ഓക്കെ, സോ ഈ പ്രൊപ്പോർഷണാലിറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. u(t) ഈക്വൽ ടു kp ഇൻറ്റു e(t). ഓക്കെ, സോ ഇവിടെ kp ആണ് പ്രൊപ്പോർഷണൽ ഗെയിൻ ഓർ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. പ്രൊപ്പോർഷണൽ ഗെയിൻ ഓർ പ്രൊപ്പോർഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇതാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ. ദെൻ ഇതിൻ്റെ ലാപ്ലേസ് എടുത്താൽ എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ്റെ ലാപ്ലേസ് എടുത്തു കഴിഞ്ഞാൽ u(s) ഈക്വൽ ടു kp ഇൻറ്റു e(s). Okay, then transfer function is equal to Laplace of output by Laplace of input. Okay, so here input എന്ന് പറയുന്നത് u(t) ആണ് and input u(t) and output u(t). Okay, so Laplace of output means u(s) that divided by Laplace of input e(s). Okay, so u(s) by u(s) equal to kp. So ഇതാണ് പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ kp. ഓക്കെ, സോ പ്രൊപ്പോർഷണൽ കൺട്രോളർ ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഇതാണ് പ്രൊപ്പോർഷണൽ കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, ഒരു കോൺസ്റ്റന്റ് വാല്യൂ kp. ഓക്കെ, സോ സിസ്റ്റത്തിൽ പ്രൊപ്പോർഷണൽ കൺട്രോളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ഗെയിൻ ഇംപ്രൂവ് ആവും. ഓക്കെ, ഗെയിൻ ഇംപ്രൂവ് ആവും. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി ഓഫ് ദി, അതായത് സിസ്റ്റത്തിലെ പാരാമീറ്റർ വേരിയേഷന് അത്രത്തോളം എഫക്റ്റ് ചെയ്യില്ല. അത് ഗെയിൻ കൂടുന്നത് കൊണ്ട് തന്നെ സിസ്റ്റത്തിൽ പാരാമീറ്റർ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് അത്രത്തോളം സിസ്റ്റത്തിന് എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, സോ അതിനാണ് പ്രൊപ്പോർഷണൽ കൺട്രോളർ യൂസ് ചെയ്യുന്നത്. പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രൊപ്പോർഷണൽ കൺട്രോളർ മാത്രമായിട്ട് യൂസ് ചെയ്യാറില്ല. ഓക്കെ, നെക്സ്റ്റ് കൺട്രോളറാണ് PI കൺട്രോളർ ഓർ പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ കൺട്രോളർ. PI ഓർ proportional plus integral controller. Okay, proportional plus integral
controller. So PI controller means it produces an output signal which has two parts. Okay, ഇതിൻ്റെ ഔട്ട്പുട്ട് സിഗ്നലിൽ രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. വൺ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അനദർ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം ഉള്ള കൺട്രോളറിൻ്റെ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് ഇ ഓഫ് ടി, ദെൻ ഔട്ട്പുട്ട് യു ഓഫ് ടി. ഓക്കെ, സോ പ്രൊപ്പോർഷണൽ കൺട്രോളർ ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ടിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. വൺ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട്, അതായത് ഇ ഓഫ് ടി. ഓക്കെ, പ്ലസ് അനദർ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഇൻപുട്ട്. ഓക്കെ, ഇതാണ് പ്രൊപ്പോർഷണൽ പ്ലസ് ഇൻ്റഗ്രൽ ഓർ പി ഐ കൺട്രോളർ. ഓക്കെ, സോ പ്രൊപ്പോർഷണൽ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻപുട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പി ഐ മീൻസ് പ്രൊപ്പോർഷണലും വരും പ്ലസ് ഇൻ്റഗ്രൽ ടേം. വൺ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻപുട്ട് ആൻഡ് അനദർ കമ്പോണൻറ്റ് പ്രൊപ്പോർഷണൽ ടു ഇൻ്റഗ്രൽ ഓഫ് ദി ഇൻപുട്ട്. ഓക്കെ, ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റൻറ്റ് യൂസ് ചെയ്യും. ദറ്റ് ഈസ് യു ഓഫ് ടി ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് ടി പ്ലസ് കെ ഐ ഇൻ്റഗ്രൽ ഇ ഓഫ് ടി ഡി ടി. ഓക്കെ, so Kp proportional gain and Ki integral gain. Kp proportional gain and Ki integral constant or integral gain. Okay, integral constant or integral gain. Okay, then ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, സോ ലാപ്ലേസ് എടുക്കുമ്പോൾ എന്ത് വരും? യു ഓഫ് ടിൻ്റെ ലാപ്ലേസ് യു ഓഫ് എസ് ഈക്വൽ ടു കെ പി ഇൻറ്റു ഇ ഓഫ് എസ് പ്ലസ് ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് എന്താവും? ഇൻ്റഗ്രലിൻ്റെ ലാപ്ലേസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഓഫ് ടി ലാപ്ലേസ് എടുക്കുമ്പോൾ ഇ ഓഫ് എസ് ഡിവൈഡ് ബൈ എസ്. ഓക്കെ, ഇതിൽ രണ്ടിലും ഇ ഓഫ് എസ് കോമൺ ഉണ്ട്. സോ ഇ ഓഫ് എസ് ഇൻറ്റു കെ പി പ്ലസ് കെ ഐ ബൈ എസ്. ഓക്കെ, then transfer function Laplace of output divided by input, that is output u of s divided by right side in the input left ലേക്ക് എടുക്കുക u of s by u of s equal to kp plus ki by s. So ഇതാണ് PI കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, സോ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് PI കൺട്രോളർ kp plus ki by s. ഓക്കെ, സോ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷനുള്ള ഒരു കൺട്രോളർ നമ്മൾ സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഡിനോമിനേറ്ററിൽ ഒരു എസ് ടേം വരും. Okay, so denominator S term means it will increase type number and order number by 1. Okay, സിസ്റ്റത്തിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒറിജിനിൽ എത്ര നമ്പർ ഓഫ് പോൾസ് വരുന്നു അതാണ് ടൈപ്പ് നമ്പർ. ദെൻ ഓർഡർ എന്ന് പറയുന്നത് എസ് ടേമിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി. ഓക്കെ, സോ നമ്മൾ ഈ ജി ഓഫ് എസ് കൺട്രോളർ സിസ്റ്റത്തിന് കാസ്കേഡ് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ സിസ്റ്റത്തിന് കാസ്കേഡഡ് ആയിട്ട് കൺട്രോളർ ആഡ് ചെയ്യുമ്പോൾ അതായത് ഇവിടെ സി ഓഫ് എസ് വരും, ദെൻ ജി ഓഫ് എസ്. ഓക്കെ, സോ രണ്ട് കമ്പോണൻസ് കാസ്കേഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ഓക്കെ, സോ ഈ ഒരു ട്രാൻസ്ഫർ ഇതാണ് നിങ്ങളുടെ പി ഐ കൺട്രോളറിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. സോ ഈ കൺട്രോളർ സിസ്റ്റത്തിൽ കാസ്കേഡ് ആയിട്ട് ആഡ് ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ എസ് ടേം ഇൻക്രീസ് ആവും. ഓക്കെ, സോ ഡിനോമിനേറ്റർ എസ് ടേം ഇൻക്രീസ് ആവും മീൻസ് അതിൻ്റെ ടൈപ്പ് നമ്പറും ഓർഡർ നമ്പറും ഇൻക്രീസ് ആവും. എത്ര വെച്ചിട്ട്? 1 വെച്ചിട്ട്. ഓക്കെ, ഒരു എസ് ടേം അല്ലേ വരുന്നത്, അപ്പോൾ സിസ്റ്റത്തിൻ്റെ ടൈപ്പ് നമ്പറും ഓർഡർ നമ്പറും ഇൻക്രീസ് ചെയ്യും ബൈ 1. ഓക്കെ, ദെൻ ടൈപ്പ് നമ്പറും ഓർഡർ നമ്പറും ഇൻക്രീസ് ചെയ്യുമ്പം സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റഡി സ്റ്റേറ്റ് എറർ കെ പി കെ വി കെ എ വാല്യൂസ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ആ കേസിൽ ടൈപ്പ് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ കിട്ടുന്ന സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ വാല്യൂ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ സിസ്റ്റത്തിൽ പി ഐ കൺട്രോളേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിക്രീസ് ചെയ്യും. സോ മെയിനായിട്ട് നമ്മൾ പി ഐ കൺട്രോളേഴ്സ് യൂസ് ചെയ്യുന്നത് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഇത്രയും ക്ലിയർ ആണല്ലോ കൺട്രോളേഴ്സ്, പി ഐ കൺട്രോളേഴ്സ് ആൻഡ് പി കൺട്രോളർ?